ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ഇപ്രാവശ്യം ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഒരു ആക്ടിവിറ്റി നോക്കി നോക്കാം. റൈറ്റ് ഡൗൺ ഓൾ ദ 3 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് 2, 3 and 4. What is the sum of all these numbers? അപ്പോൾ എന്താണ് 2, 3, 4 ഉപയോഗിച്ചിട്ടുള്ള എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സും എഴുതുക. എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സും എഴുതിയതിന് ശേഷം ഈ കണ്ടുപിടിച്ച നമ്പേഴ്സിൻ്റെ ഒക്കെ സമ്മ് ചെയ്യുക. അപ്പോൾ 2, 3, 4 വെച്ച് നമുക്ക് എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും? ഒന്ന് നമുക്ക് 2, 3, 4 വെച്ചുണ്ടാക്കാം. ആദ്യം നമുക്ക് 2 വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ 2 വെച്ചിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് 2, 3, 4 ഉണ്ടാക്കാം. അതുപോലെ 2, 4, 3 ഉണ്ടാക്കാം. ഇനി ഒരു നമ്പറും നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 വെച്ചിട്ട് നമുക്ക് 2 നമ്പർ മാത്രമാണ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് 3 വെച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ 3 വെച്ചിട്ട് 3, 2, 4 ചെയ്യാം, 3, 4, 2 ചെയ്യാം. ഓക്കെ, ഇനി ഒരു നമ്പർ നമുക്ക് 3 വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത് നമുക്ക് 4 വെച്ചിട്ട് ചെയ്യാം. 4 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 4, 2, 3, 4, 3, 2 നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ നമുക്ക് ഈ 2, 3, 4 വെച്ചിട്ട് 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. എത്രയാണ്? 6 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഈ 6 നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. അതായത് 2, 3, 4 പ്ലസ് 2, 4, 3 പ്ലസ് 3, 2, 4 പ്ലസ് 3, 2, 4 പ്ലസ് 4, 2, 3 പ്ലസ് 4, 3, 2. അപ്പോൾ ഇത് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എല്ലാ 3 നമ്പേഴ്സ്, ഈ 2, 3, 4 വെച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെയും സമ്മ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ സമ്മ് കിട്ടിയാൽ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 1, 9, 9, 8 1998 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഈ ആക്ടിവിറ്റിയുടെ നമ്പറിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആക്ടിവിറ്റി 5 ആണ്, നമ്മുടെ ആക്ടിവിറ്റി 2 ആണ്. അപ്പോൾ ആ നമ്പർ കൂട്ടുകാർ നോക്കണ്ട. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഗിവൺ ദാറ്റ് 24 × 25 is equal to 600. അപ്പോൾ എന്താണ്? 24 × 25 ചെയ്താൽ നമുക്ക് 600 കിട്ടും. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പേഴ്സൊക്കെ കൂട്ടുകാർ എന്ത് ചെയ്യണം? മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് എഴുതി നോക്കാണ്ട് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 25 × 26 എത്രയായിരിക്കും? 25 × 26 എത്രയായിരിക്കും? അപ്പോൾ എന്താണ്? 24 × 25 600 ആകുമ്പോൾ 25 × 26 എന്ന് പറയുന്നത് 650 ആയിരിക്കും. അപ്പോൾ കിട്ടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. കാരണം 24 × 25 600 തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ 22 × 25 എന്ന് പറയുന്നത് നമുക്ക് ചെയ്താൽ 550 കിട്ടും. 24 × 27 648 എന്ന് കിട്ടും. 24 × 24 576 എന്ന് കിട്ടും. അപ്പോൾ അത് മൈൻഡിൽ ഹെഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർ എന്ത് ചെയ്യണം? സൈഡിൽ ചെയ്ത് നോക്കിയിട്ട് ആൻസർ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്തത് എന്താ? അടുത്ത ആക്ടിവിറ്റി റൈറ്റ് ഡൗൺ 8 4 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് 0, 2, 9, 8. അപ്പോൾ എന്താണ്? ഈ 0, 2, 9, 8 വെച്ചിട്ട് 8 4 ഡിജിറ്റ് നമ്പേഴ്സ് 8 എണ്ണം എഴുതാൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാനായിട്ട് പറ്റും? 8 4 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതണം. അപ്പോൾ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് എഴുതാൻ പറ്റും? അപ്പോൾ ആദ്യം നമുക്ക് 8 വെച്ച് തുടങ്ങാം. 8 വെച്ചിട്ട് നമുക്ക് 8, 9, 2, 0 എഴുതാം. അതുപോലെ തന്നെ 8, 2, 9, 0 എഴുതാം. 8, 0, 9, 2 എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് എഴുതാം. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് നമുക്ക് 2 വെച്ചിട്ട് എഴുതി നോക്കാം. അപ്പോൾ 2 വെച്ച് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എന്തോരം ഡിജിറ്റ് എഴുതാം? നമുക്ക്
2890 എഴുതാം, 2980 എഴുതാം, 2089 എഴുതാം. ഇനി എന്താ ഇനിയും എഴുതാൻ പറ്റൂലേ, 2098 എഴുതാം. ഇനി എന്താ 2809 എഴുതാം. അങ്ങനെ കുറേ ഡിജിറ്റ് നമുക്ക് എഴുതാം. ഇപ്പോൾ എത്ര എണ്ണമായി? 1 2 3 4 5 6 7 8 എണ്ണമായി അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇനിയും ഒരുപാട് നമ്പേഴ്സ് നമുക്ക് ഈ 4 ഡിജിറ്റ് വെച്ചിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ബി ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് 0 2 9 8. അപ്പോൾ 0 2 9 8 വെച്ചിട്ട് ലാർജസ്റ്റ് നമ്പറും എഴുതുക, സ്മോളസ്റ്റ് നമ്പറും എഴുതുക. എന്തായിരിക്കണം? 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം. അപ്പോൾ 4 ഡിജിറ്റ് നമ്പറിൻ്റെ ലാർജസ്റ്റ് നമ്പർ നമുക്ക് എന്ത് എഴുതാം? 9 8 2 0 എന്ന് എഴുതാം. എന്നാണ്. അപ്പം ലാർജസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും വലുത് വേണം ആദ്യം എഴുതാൻ. ഏറ്റവും വലുത് ഇതിൽ 9 ആണ്. അപ്പോൾ 9 എഴുതി, പിന്നെ 8 എഴുതി, പിന്നെ 2 എഴുതി, പിന്നെ 0 എഴുതി. ഇനി എന്താ? ഇനി സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആണ്, 3 ഡിജിറ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 0 ആദ്യം വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇനി 0 കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഇവിടെ വരുന്നത്? 2 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം 2 വെച്ചു, പിന്നെ നമ്മൾ എന്ത് വെച്ചു? പിന്നെ നമ്മൾ 0, പിന്നെ നമുക്ക് 0 വെക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ 0 വെച്ചു, പിന്നെ ചെറുത് 8 ആണ്, പിന്നെ 9 ആണ്. അപ്പോൾ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 2089 ആണ്, 2089 ആണ്. ഇനി അടുത്തത് എന്താ ക്വസ്റ്റ്യൻ? What is the differences between the largest and smallest 4 digit number using the digit 0 2 9 8? അപ്പോൾ ഈ 0 2 9 8 നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ലാർജസ്റ്റ് നമ്പറിൻ്റെയും അതുപോലെ സ്മോളസ്റ്റ് നമ്പറിൻ്റെയും ഡിഫറൻസ് എന്താണ്? അപ്പോൾ അത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് കാണാൻ നമ്മൾ 9820 നിന്നും സ്മോളസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 2089 നമ്മൾ കുറയ്ക്കണം. എന്താണ്? 9820, അതായത് 9820 നിന്ന് 2089 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7731, 7731 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്കൂൾ സ്റ്റോർ പർച്ചേസ്ഡ് നോട്ട്ബുക്ക് പ്രൈസിങ് 22 ഈച്ച്. ടോട്ടൽ എമൗണ്ട് ഈസ് 30,750. അപ്പോൾ എന്താണ് ഒരു ബുക്കിൻ്റെ വില എന്ന് പറയുന്നത്? സ്കൂൾ സ്റ്റോറിൽ ഒരു നോട്ട്ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 22 രൂപയാണ്. അപ്പോൾ അങ്ങനെ ബുക്ക് മേടിച്ചപ്പോൾ ടോട്ടൽ 13,750 രൂപയ്ക്ക് എന്ത് മേടിച്ചു? ബുക്ക് മേടിച്ചു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി നോട്ട്ബുക്ക് ആർ ബ്രോട്ട്? എത്ര നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ടാവും? അപ്പോൾ എത്ര നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ടാവും എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 13,750 22 വെച്ചിട്ട് ഹരിച്ചാൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? അതായത് 13,750 ഡിവൈഡഡ് ബൈ 22 ചെയ്താൽ നമുക്ക്, കൂട്ടുകാർ ചെയ്ത് നോക്കണം, ചെയ്താൽ നമുക്ക് 625 എന്ന് കിട്ടും. 1 പാക്കറ്റ് കണ്ടെയ്ൻസ് 25 ബുക്സ്. അപ്പോൾ ഒരു പാക്കറ്റിൽ 25 ബുക്ക് കൊള്ളും. അങ്ങനെയാണെങ്കിൽ എത്ര പാക്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 625 ബുക്സ് ഉണ്ട്. അപ്പോൾ ഒരു പാക്കറ്റിൽ 25 ബുക്സ് കൊള്ളും. അങ്ങനെയാണെങ്കിൽ എത്ര പാക്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും? 625 നമ്മൾ 25 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 25 കിട്ടും. അപ്പോൾ ടോട്ടൽ 25 പാക്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂട്ടുകാരുടെ എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഇതൊക്കെ നന്നായി നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.